നിഷ്ക്രിയ വാതകങ്ങളെക്കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ഫോൾഡറിലുള്ള noble_gases.ott എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബ്രെഓഫീസ് റൈറ്ററിൽ തുറന്ന് ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആൻഡ് ഇൻഡെക്സ് എന്ന സങ്കേതം ഉപയോഗിച്ച് ലേഖനത്തിന് ഉള്ളടക്ക പട്ടിക തയ്യാറാക്കുക. സൂചനകൾ: പ്രധാന ശീർഷകമായ നോബിൾ ഗ്യാസസിന് ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകുക. ഉപശീർഷകങ്ങൾക്ക് ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ നൽകുക. ഉപശീർഷകങ്ങൾ ചുവപ്പ് നിറത്തിൽ നൽകിയിരിക്കുന്നു. ലേഖനത്തിന്റെ ആദ്യ പേജിൽ ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുക. മാറ്റം വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ S10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. ഇംഗ്ലീഷ് ചോദ്യം: An article on inert gases is given in the Ex and Documents folder in Home with the file name noble_gases.ott. Open this file in LibreOffice Writer and create a table of contents for the article using the table of contents and index technique. Hints: apply the style heading 1 for the main heading, the noble gases. Apply the style heading 2 for subheadings. Subheadings are red in color. Include the table of contents in the first page itself. Save the modified article in Exam 10 folder in Home with your register number question number as the file name. noble_gases.ott എന്ന ഫയലാണ് നമുക്കിവിടെ തുറക്കേണ്ടത്. ഹോമിലെ എക്സ് ആൻഡ് ഡോക്യുമെന്റ്സിലാണ് ഫയലുള്ളത്. ഹോം തുറക്കുന്നു, എക്സ് ആൻഡ് ഡോക്യുമെന്റ്സ് തുറക്കുന്നു. നോബിൾ ഗ്യാസ് എന്ന ഫയൽ ഇവിടെ ഉണ്ട്, അത് തുറക്കുന്നു. ഇവിടെ മിനിമൈസ് ചെയ്ത് കിടപ്പുണ്ട് ഫയൽ, അതിൽ ക്ലിക്ക് ചെയ്ത് അത് തുറക്കുക. ദ നോബിൾ ഗ്യാസസിന് ഹെഡിംഗ് 1 എന്ന സ്റ്റൈലാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് അത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ സ്റ്റൈൽ ബോക്സിൽ നിന്ന് ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകുന്നു. ഇനി സബ് ഹെഡിങ്ങുകളാണ്. സബ് ഹെഡിങ്ങുകൾക്ക് ഹെഡിംഗ് 2 എന്ന സ്റ്റൈലാണ് നൽകേണ്ടത്. ആദ്യത്തെ ഉപശീർഷകം സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ സ്റ്റൈൽ ബോക്സിൽ നിന്ന് ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ നൽകി. രണ്ടാമത്തെ ഉപശീർഷകം, അതിനും ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ നൽകി. മൂന്നാമത്തേത്, നാലാമത്തേത്, അഞ്ചാമത്തേത്, ആറാമത്തേത്. കൺട്രോൾ കീയിൽ അമർത്തി 6ഉം ഒന്നിച്ച് സെലക്ട് ചെയ്തു. എല്ലാത്തിനും ഇവിടെ നിന്നും ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. എല്ലാ ഉപശീർഷകങ്ങൾക്കും സ്റ്റൈൽ നൽകി കഴിഞ്ഞു. ഇനി ലേഖനത്തിൻ്റെ ആദ്യ പേജിൽ ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തണം. ആദ്യ പേജിൽ ഉള്ളടക്ക പട്ടിക വരേണ്ട ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇനി മെനു ബാറിൽ ഇൻസെർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ടേബിൾ ഓഫ് കോണ്ടന്റ്സ് ആൻഡ് ഇൻഡെക്സസ് എന്നതിന് നേരെ ടേബിൾ ഓഫ് കോണ്ടന്റ്സ്, ഇൻഡെക്സ് ഓർ ബിബ്ലിയോഗ്രാഫി എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇൻഡെക്സ് ടേബിൾ വന്നു കഴിഞ്ഞു. ഇനി ഇതിനെ സേവ് ചെയ്യണം. സേവ് ചെയ്യുന്നതിനായി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോമിലെ S10 സെലക്ട് ചെയ്യുന്നു. S10ൽ സേവ് ചെയ്യുന്നതിന് വേണ്ടി രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ എന്ന രീതിയിൽ പേര് നൽകുന്നു. ഇനി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. നമ്മുടെ രജിസ്റ്റർ നമ്പർ പ്രകാരം ഫയൽ സേവായി കഴിഞ്ഞു.